ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് അതിന് കാരണം തന്നെയാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ വരെ പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ യാത്ര ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടിട്ടാണ് പുതിയ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ യാത്രയും ഒരു 2-3 ദിവസം ബാംഗ്ലൂർ സ്പെൻഡ് ചെയ്തതുമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ. ബാംഗ്ലൂർ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പോയാൽ എന്തൊക്കെ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ എന്തിനാണ് പോയത്, അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം. പെട്ടെന്ന് അറേഞ്ച് ചെയ്തതായതുകൊണ്ട് തന്നെ എല്ലാം വളരെ തിടുക്കപ്പെട്ട് തയ്യാറാക്കി പോയതാണ്. അല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു ടൂർ പ്രോഗ്രാമൊന്നും അല്ലാതായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് എത്തിയതാണെങ്കിലും യാത്രയൊക്കെ വളരെ നല്ല സൗകര്യമായിരുന്നു. ആദ്യമേ തന്നെ ഞങ്ങളൊരു ഉച്ച സമയത്താണ് എത്തിയത്. ആദ്യമേ തന്നെ റൂമൊക്കെ എടുത്ത് അവിടെ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടുത്തെ ഫുഡ് ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളത് ബാംഗ്ലൂർ ഭയങ്കര കോസ്റ്റ്ലിയാണ്, എക്സ്പെൻസീവ് ആണെന്നൊക്കെ. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഇത് 80 രൂപയുടെ ഒരു പ്ലേറ്റാണ്. 2 പൂരി, ചോറ്, ഒരു പപ്പടം, ചെറിയൊരു കട്ടോരിയിൽ പായസം, പിന്നെ അതുപോലെ തൈര്, പിന്നെ എന്തോ ഒരു കറി, സാമ്പാർ, രസം, ഇത്രയുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ അഡീഷണൽ ചോറൊന്നും വാങ്ങേണ്ടെന്ന് ആവശ്യമില്ല. അതുപോലെ ഇതും ബാംഗ്ലൂർ സ്ട്രീറ്റിലെല്ലാം കിട്ടുന്നൊരു സംഭവമാണ്. ഇത് പപ്പായ പീസ് ചെയ്ത് മുറിച്ചാണ്. ഈ കാണുന്ന ഒരു പ്ലേറ്റ് 20 രൂപ മാത്രമേ ഉള്ളൂ. ഒരു കയ്യിലുള്ള ആ പ്ലേറ്റിന് 20 രൂപയുടെ ഈ ഒരു പ്ലേറ്റ് പപ്പായ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ വിശപ്പെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമുണ്ട്. 20 രൂപയുടെ ഒരു പ്ലേറ്റ് വാങ്ങിച്ച് നോക്കിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒരു പ്ലേറ്റിനും കൂടെ പറയുകയായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഴുത്ത പപ്പായ. ചില സ്ഥലങ്ങളിലൊക്കെ പപ്പായയോടൊപ്പം തന്നെ നമ്മുടെ വാട്ടർമെലൺ കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തുള്ളതുകൊണ്ട് എല്ലാ മിക്സ് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സിൻ്റെ മിക്സുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഒരു സ്ഥാപനം തിരക്കിയാണ് വന്നത്. ഇത് ഡിസബിലിറ്റീസിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഇവിടെ ഡിസബിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെയുണ്ട്. ഇവിടെ മോൾക്ക് ഒരു ജോലി കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത്. അപ്പോൾ ആദ്യമേ വന്ന ദിവസം തന്നെ വന്ന് സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവെച്ചു, ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പം ജോയിൻ ചെയ്യാനുള്ള ദിവസം വന്ന് ജോയിൻ ചെയ്യാം എന്നുള്ള രീതിയിൽ സിറ്റുവേഷനൊക്കെ നോക്കി സംഭവമൊക്കെ നമുക്കിഷ്ടപ്പെട്ടു. ഇത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഇവിടെയാണ് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാം കണ്ടു, എല്ലാം പറഞ്ഞ് എഗ്രിമെൻ്റ് ആയതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത ദിവസം വരാമെന്ന് കരുതി പോയി. അടുത്ത ദിവസം പിന്നെ രാവിലെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ദിവസം നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ ഏതൊരു കടയിൽ കയറിയാലും ആദ്യം നമ്മൾ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുക്കുന്ന കൗണ്ടറിൽ തന്നെ സാധനങ്ങളുടെ മോഡൽ വെച്ചിട്ടുണ്ട്. ഇതൊരു സെറ്റാണ്. ഇതും 80 രൂപയാണ്. ഒരു മസാല ദോശ, സാമ്പാർ, ചട്നി, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പുലാവ്, അതും അത്യാവശ്യം നമ്മുടെ വയറ് നിറച്ച് കഴിക്കാനുള്ള ഒരു സെറ്റുണ്ട് ഇത്രയും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ തന്നെയാണ് സാധനങ്ങൾ കളക്ട് ചെയ്ത് ടേബിൾ കൊണ്ടുവച്ച് കഴിക്കേണ്ടുന്നത്. പിന്നെ നമ്മൾ പോയത് ബാംഗ്ലൂർ പാലസാണ്. ബാംഗ്ലൂർ പാലസ് ഒരു വലിയൊരു ഏരിയ, വലിയൊരു ക്യാമ്പസിലാണ് നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. 10 മണി മുതൽ ഇവിടെ എൻട്രൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ആൾക്കാർ കൂടുതൽ അകത്ത് കയറി കാണുന്നതിനെക്കാട്ടിയും പുറത്താണ് കണ്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണം ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കാണാനാണെന്നുണ്ടെങ്കിൽ 34 ബെഡ്റൂമൊക്കെ ഉള്ള വലിയൊരു ഹാള്, അതിൻ്റെ സംഭവങ്ങൾ പണ്ട് രാജാക്കന്മാർ താമസിച്ചിരുന്ന സംഭവങ്ങൾ കാണാം. പിന്നെ അതുപോലെ ടിക്കറ്റ് ചാർജ് ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. 270 രൂപയൊക്കെയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. ഫോറിനേഴ്സ് ആണെങ്കിൽ അത് 500 രൂപയും. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ആ വലിയ ടവറും പിന്നെ വെളിയിലുള്ള ഗാർഡനൊക്കെ വളരെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല മെയിൻറ്റെയിൻഡ് ആണ്. അകത്തും അതുപോലെ മെയിൻറ്റെയിൻഡ് ആണ് എന്നാണ് പറയുന്നത്. പിന്നെ വലിയ സംഭവങ്ങളൊന്നുമില്ല ഇതിനകത്ത് കാണാനായിട്ട്. പിന്നെ വലിയൊരു സ്വിമ്മിങ് പൂള് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ വുഡിൽ തീർത്തിട്ടുള്ള കുറേ ആർട്ട് വർക്കുകൾ, അതുപോലെ പണ്ടുള്ള കാലത്തുള്ള വുഡിലുള്ള ഫാൻ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്ത് കാണാനായിട്ടുള്ളത്. അത് കണ്ടവരും കണ്ടിറങ്ങിയവരും ഒക്കെ പറയുന്നത്. അതുപോലെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം ഇതിൻ്റെ റിവ്യൂ കാണുന്നത്. ഇതിൻ്റെ അകത്ത് 270 രൂപ ചിലവാക്കാനായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല കാണാൻ എന്നാണ് പറയുന്നത്. ഇതാണ് ബാംഗ്ലൂർ പാലസ്. മൈസൂർ പാലസ് വന്നതാണ്. എന്നാലും ഇതിൻ്റെ പേരെന്തോ ബാംഗ്ലൂർ പാലസ്. പക്ഷേ ഇവിടെ 270 രൂപ കൊടുക്കണം ഒരാൾക്ക് എൻട്രൻസിന്.
കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊടുത്തില്ല. പുറത്തുകൂടെയൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ വിചാരിക്കാൻ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വരുന്നതിൽ പകുതിയിലേറെ പേരും വളരെ കുറച്ചായിട്ടുള്ള ആൾക്കാർ മാത്രമേ അകത്ത് കയറുന്നുള്ളൂ. കാരണം ഒരാൾക്ക് 270 രൂപയുടെ ടിക്കറ്റ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് അത്രത്തോളം കാണത്തക്കോണം അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റണം. നമുക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് വേറെ ചാർജ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് പലരും വന്ന് ഇതാണ് ബാംഗ്ലൂർ പാലസ് എന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ പുറത്ത് കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു മൈസൂർ സിൽക്ക് കിട്ടുന്ന ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഒരു സാരിയൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിനുശേഷം പോയത് ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയത്തിലേക്കാണ്. അവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ സ്റ്റാർട്ടിങ് ടൈം 12 മണിയാണ്. 12 മണിക്ക് ആണ് ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ആൾക്ക് വലിയ ടിക്കറ്റില്ല. ആൾക്ക് 75 രൂപ ടിക്കറ്റേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഇവിടെ കാണാനും കേൾക്കാനും ഒക്കെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. എന്താണെന്ന് നമുക്കറിയാത്തതും അവിടെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ആയിട്ടുള്ള കാര്യങ്ങൾ, ഗ്രഹങ്ങളെ പറ്റി ഒക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് കണ്ടറിയാൻ പറ്റുന്നുണ്ട്. നല്ലൊരു പാർക്കുണ്ട്, എല്ലാ സൗകര്യങ്ങളും കൊണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും അതുപോലെ ബാംഗ്ലൂരൊക്കെ കറങ്ങാനെത്തുമ്പോഴൊക്കെ ഇതൊക്കെ ഒന്ന് വന്ന് കാണാനും, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന പല കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തിയറി എന്താണെന്നും ഇതൊക്കെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രാക്ടിക്കലായിട്ടൊക്കെ ചെയ്ത് നോക്കി. തിയറി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. സയൻസ് പഠിക്കാനും അതുപോലെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ ഇവിടെ കുറേ കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ. ഇതൊന്നും വെറും കളിസാധനങ്ങളല്ല. ഇതിൻ്റെ തിയറി എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 12 മണിക്ക് കയറിയതിന് ശേഷം 12-10 ആകുമ്പോൾ നമ്മളകത്ത് എൻട്രൻസ് കിട്ടി. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഷോ ഉണ്ട്. അത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ അവിടുത്തെ തിയേറ്റർ എങ്ങനെയാണെന്ന് മാത്രം അവർ മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് പറയുന്നതിന് മുമ്പായിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ട ഫുള്ള് നമ്മളൊരു ആകാശ കാഴ്ചകൾ കാണുന്നത് പോലെ ഇരുട്ടായിട്ടുള്ളൊരു സ്പേസിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് പോലെയാണ് അവിടെ ഓരോ കാഴ്ചകൾ കാണുന്നത്. അത് വളരെ നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു. അത് ഒട്ടും തന്നെ നമുക്കവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ആരെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഷോ കൂടെ കാണേണ്ടതാണ്. മൊത്തം ഏകദേശം ഒരു 30-40 മിനിറ്റോളം ആ ഷോ കാണും. പക്ഷേ 201 പേർക്കോ മറ്റോ ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു സീറ്റ് കവറാവാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം എടുക്കുന്നത് ടോട്ടൽ ഒരു മണിക്കൂറിനുള്ളിൽ ആ ഷോ കഴിയും. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ 3 മറ്റ് സാറ്റലൈറ്റുകൾ, സ്റ്റാറുകളെക്കുറിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെറിയവർക്കും വലിയവർക്കും എല്ലാം നമുക്ക് അറിഞ്ഞുകൂടാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ സ്പേസിനെ പറ്റി മനസ്സിലാക്കാനും പ്രകൃതിയെപ്പറ്റി അറിയാനും ഒക്കെ ആ ഷോ വളരെ യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോരോ സംഭവങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാലൻസിങ്ങിനെ പറ്റിയും പെൻഡുലം ഇതിൻ്റെ തിയറി എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ തിയറിയൊക്കെ വായിച്ച് നോക്കിയിട്ട് ഈ അകത്ത് ഉള്ളിൽ കയറുന്നത് 12 മണിക്കൂറിന് ശേഷം മാത്രമേ പറ്റൂ. അതുവരെ കറങ്ങി നടന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് നോക്കി. പിന്നെ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് എന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് യൂട്യൂബിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് കാണാൻ ബാംഗ്ലൂരൊക്കെ പോകുമ്പം വീണ്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്തൊരു ഓർമ്മ എനിക്ക് എപ്പോഴും ഇതിൽ തന്നെ കിടക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പം നമ്മൾ കാണുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു ഫോട്ടോയാണ്. ഇത് പല ആംഗിളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് പല രീതിയിലാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു ഫോട്ടോ ആയിട്ടല്ല കാണുന്നത്. അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഡിഫറൻ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെ തോന്നും. പക്ഷേ നമ്മൾ വേരിയസ് ആംഗിളിൽ നിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഐൻസ്റ്റീൻ്റെ ഫുൾ ഒരു ഫിഗറായിട്ട്, ഇതിപ്പം വളരെ ദൂരെ നിന്ന് നോക്കുന്നതാണ്. അപ്പം നമുക്ക് അടുത്തടുത്ത് വരുന്തോറും അത് പല ഭാഗങ്ങളായിട്ട് മുഖം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് തോന്നും. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാൻ സമയമായി. ഒരു 12-10 ആയപ്പോഴത്തേനും നമ്മളെ അകത്തേക്ക് ആക്കി. ഇനി നമുക്ക് അകത്തുള്ള കാഴ്ചകൾ കുറിച്ച് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു വെയിങ് മെഷീനാണ്. ഇത് നമ്മുടെ എർത്തിലെ വെയ്റ്റും ഒപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളിൽ നമ്മൾ പോയാൽ നമ്മളുടെ വെയ്റ്റും എത്രയാണ് എന്ന് കാണിക്കുന്നത് അവിടെ ഡിജിറ്റലായിട്ടും കിട്ടും. പിന്നെ ഇതുപോലെ ഒരു പ്രിൻ്റ് ഔട്ടും കിട്ടും. അപ്പോൾ 64 കിലോ ഉള്ള ഒരാൾ മൂണിലെത്തിയാൽ എത്ര വെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാർസിലെത്തിയാൽ എത്ര വെയിറ്റ് ആയിരിക്കും എന്നുള്ള എല്ലാം ക്ലിയറായിട്ട് ഓരോ ഗ്രാവിറ്റേഷണൽ പവർ അനുസരിച്ച് അതിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളൊരു പ്രിൻ്റ് ഔട്ടാണ് ഈ കാണുന്നത്. അങ്ങനെ വരുന്നവരെല്ലാം ജസ്റ്റ് അവരുടെ വെയിറ്റൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്ക് ഈ സംഭവം വളരെ പ്രയോജനപ്പെട്ടു. ഈ വീഡിയോയും ഇതുപോലെ വെയിറ്റിൽ വരുന്ന വേരിയേഷൻസൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് ട്യൂഷന് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്കിതൊക്കെ ഒന്ന് കാണിച്ച് കൊടുക്കാൻ വളരെ യൂസ്ഫുള്ളായി. അത് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്തത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോയ്ക്ക് ആ പ്ലാനറ്റ് ഷോയുടെ അല്ലെങ്കിൽ സ്കൈ ഷോയുടെ ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളായിരുന്നു മൊബൈൽ അലൗഡ് അല്ലാത്തത്. അല്ലാതുള്ളിടത്തെല്ലാം നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഷോ. ഇത് ഫുൾ ആകാശം പോലെ ഇങ്ങനെ ഇരിക്കും. 201 സീറ്റോ മറ്റോ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവർ മൊബൈൽ ഓഫാക്കുമ്പോൾ നമ്മളെല്ലാം ഓഫായി റെഡി ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ആകാശത്താണ് കാഴ്ചകളൊക്കെ പിന്നെ നമ്മൾ കാണുന്നത്. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയ ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. പക്ഷേ അവിടെ വൈകുന്നേരം മാത്രമേ എൻട്രി ഉള്ളൂ. അവിടെ പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസൊന്നുമില്ല. പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ നടന്നു പോകുന്ന അത്രയും ഡിസ്റ്റൻസേ ഉള്ളെന്ന് പറഞ്ഞു. ഒരു അക്വേറിയം ഉണ്ട് അടുത്ത്, അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നു പോയി. അപ്പം ബാംഗ്ലൂർ എത്തിയാൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാനുള്ളത് ഇവിടുത്തെ ഓട്ടോയുടെ ഒരു സംഭവമാണ്. നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവർ ഓട്ടോക്കാർ ഓരോ കമ്പനികളുടെ ഓരോ സ്ഥാപനങ്ങളുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ഓട്ടോക്കാരാണ്. ആദ്യം നമ്മളെ മൈസൂർ സിൽക്കിൽ കൊണ്ടുപോയത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സാരി വാങ്ങിക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നെങ്കിൽ പോലും ഇവരിങ്ങനെ വന്നിട്ട് ഓട്ടോ ഫ്രീ ആണ്, അല്ലെങ്കിൽ 30 രൂപ മതി, ഞാൻ അവിടെ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്ന കടയിലൊന്ന് 10 മിനിറ്റ് ഒന്ന് ചിലവാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ കരുതി ശരി ഒരു ഷോറൂം അല്ലേ ഒന്ന് കാണാം എന്ന് കരുതി കയറിയതാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്ക് സമയമുണ്ട് എന്നുണ്ട്, സാധനം ഇഷ്ടപ്പെടുന്നുണ്ട്, പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. അല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രത്യേക ചാർജൊന്നും എടുക്കത്തില്ല. വളരെ കുറഞ്ഞ രീതിയിൽ 30 രൂപ ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഓട്ടോയിൽ പറയുന്ന സ്ഥലത്ത് അവർ കൊണ്ടാക്കും. അപ്പോൾ അവരുടെ കമ്പനിയുടെ ഒരു പരസ്യം.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നു പോയപ്പോൾ ഞങ്ങളൊരു ഓട്ടോക്കാരൻ വിളിച്ചു, നമ്മൾ അക്വേറിയത്തിൽ കൊണ്ടാക്കാം, 10 മിനിറ്റ് എടുക്കത്തുള്ളൂ, ഞാൻ പറയുന്നത് ഷോറൂമിലൊന്ന് കയറണം. അപ്പോൾ ഇതൊരു പേളിൻ്റെ ജ്വല്ലറീസൊക്കെ വെക്കുന്നൊരു ഷോറൂമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ കമ്മൽ, മാല, ഇതുപോലെ ബ്രേസ്ലെറ്റുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ മേടിച്ചു. കണ്ടു, വാങ്ങിയതല്ല, കണ്ടു. അപ്പം നമ്മൾ പൈസ ഉണ്ട്, നമുക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങാം. അപ്പം ഞങ്ങൾ 2 കഴുത്തിലിരുന്ന 2 ചെയിൻ വാങ്ങി. അത് യഥാർത്ഥത്തിൽ സിൽവറിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ പേളിൽ, ഒറിജിനലായിട്ടുള്ള പേളാണ് ഇവിടെ ഈ കടയിലുള്ളതെല്ലാം. ഞാനിതിൻ്റെ സ്പോൺസർഷിപ്പായിട്ടൊന്നും അല്ല വീഡിയോ പറയുന്നത്, ഞാൻ കണ്ട കാഴ്ചകൾ പറയുന്നതെന്നേ ഉള്ളൂ. പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടും വളരെ ഒറിജിനലായിട്ട് അവർ തന്നെ അവിടെ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഷോറൂമും അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു. അപ്പോൾ 1-2 സാധനങ്ങൾ വാങ്ങി. നല്ല വിലയുണ്ട്, പക്ഷേ നല്ല റിയൽ ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നി. ഗ്യാരൻറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പേൾ നമ്മൾ ശരീരത്തിടുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ മൂവിങ് സിക്നെസ് ഉള്ളവർക്ക്, അതായത് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് പേളിൻ്റെ എന്തെങ്കിലും ഒരു ആഭരണം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം, ഛർദ്ദിക്കുന്ന ആ ഒരു പ്രോബ്ലം ഇല്ലായിരിക്കും എന്ന് ഞങ്ങളിപ്പോൾ തെളിയിച്ചു. ഞങ്ങൾ തിരിച്ചു വന്ന ഫ്ലൈറ്റിൽ ഈ ഒരു പ്രശ്നമില്ലാതെ രക്ഷപ്പെട്ടു. അപ്പോൾ അത് പേള് ഒരു സഹായകമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. പേളിൻ്റെ ഒരു മാലയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെ നന്നായിരുന്നു. പിന്നെ ആ അക്വേറിയത്തിലെത്തി. അക്വേറിയത്തിൽ മീനുകളെ കണ്ടാൽ എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ വിസ്മയം. എന്തെല്ലാം സൈസിലുള്ള മീനുകൾ, എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അവരെ സെറ്റ് ചെയ്തേക്കുന്നത്. എന്ത് രസമായിരുന്നു കാണാൻ, നല്ല രസമുള്ളൊരു അക്വേറിയം ആയിരുന്നു.
അവിടുന്ന് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ലാൽബാഗിലാണ്. ലാൽബാഗ് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ബാംഗ്ലൂരിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗാർഡനാണ്. കണ്ടാലും നടന്നാലും മതിയാവത്തില്ല. പൂക്കൾ ഇഷ്ടംപോലെ പൂക്കൾ നമ്മൾ വാങ്ങണമെങ്കിൽ വാങ്ങാം. അല്ലാതെ ഇനിയിപ്പോൾ തണുപ്പ് സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും ഒരു ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. പുതിയതായിട്ട് പല ചെറിയ എന്താ പറയുന്ന ബൊക്കെ പോലെയൊക്കെ
ഉണ്ടാക്കുന്നുണ്ട്, പല പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇതിലും ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. ഇഷ്ടംപോലെ കണ്ടാലും മതി വരാത്ത പൂക്കളും ചെടികളും ഒക്കെ നമുക്ക് കാണാം ഇവിടെ. ഇതും ലാൽബാഗിൽ തന്നെയാണ്. ഉയരത്തിലൊരു വലിയൊരു പാറ, വളരെ വിശാലമായി നിരന്ന് കിടക്കുന്നൊരു പാറയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഏകദേശം നമുക്ക് സിറ്റിയുടെ ദൂരെയുള്ള ബിൽഡിങ്ങുകളെല്ലാം കാണാം. ദൂരെയുള്ള സിറ്റിയുടെ ഏകദേശ കാഴ്ചകൾ മൊത്തം ഈ പാറപ്പുറത്ത് നിന്ന് കാണാം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ. അതുമൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കഴിച്ച് വീണ്ടും നമുക്ക് നടക്കാനുണ്ട്. കണ്ടാലും തീരത്തിൽ എത്ര മണിക്കൂറുകൾ ഇതിനുള്ളിൽ കറങ്ങി നടക്കാമെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ലാൽബാഗോട് കൂടി അന്നത്തെ കറക്കം അവിടെ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ ബാംഗ്ലൂർ BSF ക്യാമ്പൊക്കെ ഇരുന്ന് കറങ്ങാൻ പോയി. അതിനടുത്തുള്ളൊരു ഷോപ്പാണ് കണ്ടത്. നാട്ടിൽ നിന്നൊക്കെ കുറേ നാളായിട്ട് മാറി നിൽക്കുന്നവർക്കൊക്കെ ഇതിൻ്റെയൊക്കെ ഫീല് മനസ്സിലാകത്തുള്ളൂ. സ്ഥിരം നാട്ടിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരോട്ട് താമസം മാറിയവർക്കോ പോലും ഇതൊന്നും മനസ്സിലാകത്തില്ല. ഇതുപോലെ മുറുക്ക്, നാട്ടിലെ സ്നാക്സുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇതുപോലെ ഞങ്ങളിന്ന് കഴിച്ച ഒരു നിസ്സാരമായി 50 രൂപയുടെ ഒരു ഫുഡാണ്. ഒരു ചപ്പാത്തി, അതുപോലെ ഒരു പാത്രത്തിൽ കൊള്ളുന്ന അളവിലുള്ളൊരു ചോറ്, പപ്പടം, പിന്നെ ഒരു സൈഡ് ഡിഷ്, സാമ്പാർ, രസം, ഇത്രയും 50 രൂപ. നമ്മൾ സാധാരണക്കാർക്ക് വലിയ ഹോട്ടലുകളുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം വിശപ്പടക്കാൻ വേണ്ടിയിട്ട് അത് നല്ല ഹൈജീനിക്കാണ്. റെസ്റ്റോറൻറ്റ് തെരുവുകളിലുള്ള തട്ടുകടകൾ വരെ ബാംഗ്ലൂരിൽ നല്ല ഹൈജീനിക്കാണ്, നല്ല വൃത്തിയുള്ള നല്ല കടകൾ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു ഹോളിഡേ ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് പോയി ഒന്ന് കറങ്ങി. യാത്രയൊക്കെ നല്ലതായിരുന്നു. തിരിച്ച്
യാത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേളിൻ്റെ മാല ഉപയോഗിച്ചത് കൊണ്ടാണോ എന്ന് ഇനി നെക്സ്റ്റ് ടൈം യാത്ര ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പ്രത്യേകിച്ച് യാത്രയുടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ വഴിനീളെ ആൾ വയ്ക്കുന്ന സംഭവങ്ങളൊന്നുമില്ലാതെ ഈ ഒരു യാത്ര ഇനിയും ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് ഞാനത് കൃത്യമായിട്ട് പറയുന്നതാണ്. പേൾ ഉപയോഗിച്ചത് കൊണ്ടാണോ യാത്രയിൽ ഇതുപോലെ വോമിറ്റിംഗ് ഇല്ലാതായത് എന്ന് ഇനിയും എനിക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്രയും ബാംഗ്ലൂർ കണ്ട സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങളും ഞങ്ങളുടെ കൂടെ കണ്ടത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.